ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS അമെൻമെൻറ്റ് ആക്ട് 2023 പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സെക്ഷൻ 14A പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സെക്ഷൻ വരെയുള്ള അമെൻമെൻറ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ സെക്ഷൻ 14B മുതലുള്ള അമെൻമെൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കാണാത്തവരാണെങ്കിൽ അത് കയറി ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പറയുന്നത് സെക്ഷൻ 14B മുതലുള്ളതാണ്. 14B എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമുക്ക് സെക്ഷൻ 14Bയിൽ പറയുന്നത്. അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് അഡീഷണൽ സബ്സെഷനും കൂടെ അതിൽ ആഡ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. സബ്സെഷൻ 1A, 1B, 1C, 1D അങ്ങനെ ഒരു 4 സബ്സെഷനും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ സെക്ഷൻ 14B സബ്സെഷൻ 1Aയിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി shall be prepared by the societies concerned and the same shall be submitted to the general bodies of such societies for approval എന്നാണ് പറയുന്നത്. അതായത് രണ്ട് സൊസൈറ്റികൾ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അവർ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ആ പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഫോർമേഷനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ആ സൊസൈറ്റികൾ അത് ജനറൽ ബോഡിയിൽ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അപ്രൂവൽ ജനറൽ ബോഡിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അവർ ജനറൽ ബോഡിയിൽ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സബ്സെഷനാണ് 1B എന്ന് പറയുന്നത്. അതിൽ ഈ ദ പ്രൊജക്ട് റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഷാൽ ബി സബ്മിറ്റഡ് ടു ഗവൺമെൻറ് ത്രൂ രജിസ്ട്രാർ ഫോർ ദ അപ്രൂവൽ of the formation of such partnership of cooperative society in the manner as may be prescribed. അപ്പോൾ 1B സബ്സെഷൻ 1Bയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജനറൽ ബോഡി അപ്രൂവ് ചെയ്ത ആ പ്രോജക്റ്റ് റിപ്പോർട്ട് രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിന് സമർപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്രൂവലിന് വേണ്ടിയിട്ട്. അപ്പോൾ സബ്മിറ്റഡ് ടു ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാർ എന്നാണ് പറയുന്നത്. രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിന് സമർപ്പിക്കുക. എന്തിനാണ് ഈ ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിനെ സമർപ്പിക്കുക എന്നാണ് 1Bയിൽ പറയുന്നത്. അടുത്തത് 1C ആണ്. സബ്സെഷൻ 1Cയിൽ ദ രജിസ്ട്രാർ ഷാൽ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ സച്ച് സൊസൈറ്റീസ് ഇൻ ദ മാനർ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് ഇങ്ങനെയുള്ള സൊസൈറ്റികളിൽ ഇങ്ങനെ പാർട്ട്ണർഷിപ്പുള്ള സൊസൈറ്റികളിൽ രജിസ്ട്രാർ എന്ത് ചെയ്യണം? ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇതെല്ലാം രജിസ്ട്രാർ കണ്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് 1D ആണ്. 1D സബ്സെഷനിൽ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് റേസിംഗ് ഫണ്ട് ഫോർ സച്ച് പാർട്ട്ണർഷിപ്പ് പ്രിയർ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഷാൽ ബി ഒബ്റ്റൈൻഡ് ബൈ ദ പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ മാനർ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിലുള്ള സൊസൈറ്റീസിന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പ്രിയർ സാങ്ഷൻ വേണം. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഗവൺമെൻറ്റിൻ്റെ പ്രിയർ സാങ്ഷനോട് കൂടി മാത്രമേ ഫണ്ട് റേസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സെക്ഷൻ 14Bയിൽ പറയുന്നത്. അതിൽ കുറച്ച് സബ്സെഷനുകൾ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണിത്. അതിൽ 1Aയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജനറൽ ബോഡിക്ക് മുമ്പിൽ അപ്രൂവലിന് വെക്കുക എന്നാണ് പറയുന്നത്. 1Bയിൽ പറയുന്നത് ഇങ്ങനെ ജനറൽ ബോഡിയുടെ അപ്രൂവൽ കിട്ടിയ പ്രൊജക്ട് റിപ്പോർട്ട് രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിന് സമർപ്പിക്കുക എന്നാണ് പറയുന്നത്. അടുത്തത് 1C ആണ്. 1Cയിൽ ഇങ്ങനെയുള്ള സൊസൈറ്റികളിൽ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് രജിസ്ട്രാറാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 1Dയിൽ ഈ സൊസൈറ്റികൾ അവർക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ കിട്ടണം എന്നാണ് 1Dയിൽ പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 14B. ഇനി അടുത്തത് സെക്ഷൻ 15 ആണ്. സെക്ഷൻ 15 എന്ന് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതാണ് സെക്ഷൻ 15. അതിൽ
3 സബ്സെഷനുകളാണ് നിലവിലുള്ളത്. അതിലേക്ക് 4ാമത് ഒരു സബ്സെഷനും കൂടെ ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. സെക്ഷൻ 15 സബ്സെഷൻ 4 എന്ന് പറയുന്നത്. അതിൽ സബ്സെഷൻ 1 എന്താണ് അസറ്റും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. പിന്നെ അതുപോലെ തന്നെ സബ്സെഷൻ 2 അമാൽഗമേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അമാൽഗമേറ്റ് ചെയ്യുമ്പോൾ ആ ചെയ്യപ്പെടുന്ന 2 സൊസൈറ്റികളുടെയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആയിട്ട് പുതിയതായിട്ട് വരുന്ന സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി സബ്സെഷൻ 3 ഡിവിഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് പറയുന്നത്. ഡിവിഷൻ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആയിട്ട് ആ ഡിവിഷൻ ചെയ്ത് വരുന്ന രണ്ടോ അതിലധികമോ സൊസൈറ്റികൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് സബ്സെഷൻ 3 പറയുന്നത്. ഇനി സബ്സെഷൻ 4 പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, മെർജിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അത് സെക്ഷൻ 14 അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ളതിൽ നമ്മൾ മെർജിങ്ങിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ മെർജിങ്ങിന് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, where one or more societies are merged with another society in accordance with the provision of section 14, the registration of each of the merging society shall stand cancelled and shall be deemed to have been dissolved and shall cease to exist as a corporate body എന്നാണ് പറയുന്നത്. അതായത് ഒന്നോ അതിലധികമോ സൊസൈറ്റികൾ മെർജ് ചെയ്യാൻ നേരത്ത് ആ സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. ആ മെർജ് ചെയ്യപ്പെടുന്ന സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. പിന്നെ അത് ഒരു കോർപ്പറേറ്റ് ബോഡി ആയിട്ടൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസോൾവ് ആയി പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന സെക്ഷൻ 15 സബ്സെഷൻ 4 എന്നുള്ളതിൽ. പിന്നെ അടുത്തതിൽ മാറ്റം വന്നിരിക്കുന്നത് സെക്ഷൻ 16 സെക്ഷൻ 16 ചെറിയൊരു മാറ്റമേ വന്നിട്ടുള്ളൂ. സെക്ഷൻ 16 എന്ന് പറയുന്നത് പേഴ്സൺ ഹു മേ ബിക്കം മെമ്പർ എന്നുള്ളതാണ് സെക്ഷൻ 16 എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സൺ ഹു മേ ബിക്കം മെമ്പർ, അതാണ് സെക്ഷൻ 16. സെക്ഷൻ 16 നമ്മൾ സബ്സെഷൻ 1 ഓക്കെ, സെക്ഷൻ 16 സബ്സെഷൻ 1 നമ്മളിപ്പോൾ മെമ്പർ ആവുന്നതിനുള്ള കുറച്ച് എങ്ങനെയുള്ള ആളുകളെയാണ് മെമ്പർ ആക്കേണ്ടാത്തതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ 1A ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. അതിൽ 1, 2, 3 എന്നിട്ട് നമുക്ക് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം, പിന്നെ സ്വന്തമായിട്ട് ഭൂമിയോ അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ സ്ഥിരതാമസമുള്ള ഒരാളോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം വന്നിരിക്കുന്നതാണ് സെക്ഷൻ 16 1A എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 16 1A എന്ന് പറയുന്ന ഒരു സബ്സെഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ്. ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years, provided that one attain 45 years, the membership of such members shall cease to exist and they shall become associate members of the society എന്നാണ് പറയുന്നത്. അതായത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവണമെങ്കിൽ 45 വയസ്സിൽ താഴെയുള്ളവരെയാണ്, 45 വയസ്സ് വരെ ഉള്ളവരെയാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആക്കുക. ഇനി അതിലെ മെമ്പേഴ്സിന് 45 വയസ്സ് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ എന്താവും, മെമ്പർഷിപ്പ് അയാളുടെ മെമ്പർഷിപ്പ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ സൊസൈറ്റിയിലേക്ക് മാറും. ഓക്കെ, അപ്പം 45 വയസ്സ് വരെയുള്ളവരാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവുക. 45 വയസ്സ് അറ്റൈൻ ചെയ്യുമ്പോൾ മെമ്പർഷിപ്പ് ഉള്ള ആൾ എന്താവും, അസോസിയേറ്റ് മെമ്പറായിട്ട് മാറും ആ സൊസൈറ്റിയുടെ. ഓക്കെ, അതാണ് സെക്ഷൻ 16 പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 18 സെക്ഷൻ 18 എന്ന് പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ആണ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ആണ് സെക്ഷൻ 18. അതിൽ ഒരു പുതിയ സബ്സെഷൻ അല്ല, അതിൽ നേരത്തെ ഉണ്ടായിരുന്ന സബ്സെഷൻ 3 ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഓക്കെ, സെക്ഷൻ 18 സബ്സെഷൻ 3. Same as provided in this section, a nominal or associate member shall have such privilege and a right of a member and eligible to enjoy various services including credit facilities provided by the societies and be subjected to such liabilities of a member as may be specified in bylaw of the society. അതായത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിൻ്റെ പ്രിവിലേജസും റൈറ്റ്സും ഒക്കെയാണ് ഈ സബ്സെഷൻ 3 പറയാം. അവർക്കൊരു റൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദ സൊസൈറ്റി.
അവർക്ക് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിന് ഇനി ക്രെഡിറ്റ് ഫെസിലിറ്റി കൂടെ കിട്ടും എന്നാണ് സബ്സെഷൻ 3 പറയുന്നത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി പറയുന്നത് അവരുടെ ലയബിലിറ്റി എല്ലാം എന്താണ് ബൈലോയിൽ സ്പെസിഫൈ ചെയ്യുന്ന പോലെയായിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് സബ്സെഷൻ 3 പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 19 സെക്ഷൻ 19 എന്ന് പറയുന്നത് മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ് എന്നുള്ളതാണ്. മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. അതായത് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് മെമ്പർ അയാളുടെ ഡ്യൂ പേയ്മെൻറ്റ്സ് എല്ലാം കൊടുത്തു തീർത്തില്ലെങ്കിൽ അയാൾക്ക് ഒരു മെമ്പറിൻ്റേതായ റൈറ്റുകളൊന്നും കിട്ടില്ല എന്നുള്ളതാണ് സെക്ഷൻ 19 പറയുന്നത്. ഇതിൽ ഒരു സബ്സെഷൻ പുതിയതായിട്ട് വന്നു. സെക്ഷൻ 19 സബ്സെഷൻ 2 എന്നുള്ള ഒരു സബ്സെഷൻ പുതിയത് വന്നിട്ടുണ്ട്. ഇഫ് ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ, the right of a member to continue in membership will remain for a period of 5 years from the date of enhancement of value of share, but shall be allowed to exercise his right as a member only upon remitting the enhanced value of share held എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സൊസൈറ്റിയിലെ ജനറൽ ബോഡി ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെമ്പറുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് കൂടെ നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. ആ എൻഹാൻസ് ചെയ്യുന്ന ദിവസം മുതൽ, ആ ഷെയർ വാല്യൂ കൂട്ടുന്ന ദിവസം മുതൽ 5 വർഷത്തേക്ക് കൂടി അയാളുടെ മെമ്പർഷിപ്പ് നിൽക്കും. പക്ഷെ എന്താണ്, ബട്ട് ഷാൾ ബി അലൗഡ് ടു എക്സസൈസ് ഹിസ് റൈറ്റ് ആസ് എ മെമ്പർ ഓൺലി അപ്പോൺ റെമിറ്റിംഗ് ദ എൻഹാൻസ്ഡ് വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് എന്നാണ് പറയുന്നത്. അതായത് അയാൾ ഈ കൂട്ടിയ ഷെയർ വാല്യൂ, കൂടുതലായി വന്ന ഷെയർ വാല്യൂ കൊടുക്കാതെ അയാൾക്ക് ഒരു മെമ്പറിൻ്റേതായ റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 19 സബ്സെഷൻ 2 ജനറൽ ബോഡി ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരാളുടെ മെമ്പർഷിപ്പ് ഒരു 5 വർഷത്തേക്ക് കൂടെ നീണ്ടു നിൽക്കും. പക്ഷേ ആ എൻഹാൻസ് ചെയ്ത ഷെയർ വാല്യൂ കൊടുത്താൽ മാത്രമേ അയാൾക്ക് ഒരു മെമ്പറുടേതായ എല്ലാ റൈറ്റും കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 19B ആണ്. 19B എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് സെക്ഷൻ 19B. റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. അതിൽ ഒരു മെമ്പറിന് ഫ്രീ ചാർജിൽ എന്താണ് സൊസൈറ്റി ഇൻസ്പെക്ട് ചെയ്യേണ്ടതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻസ്പെക്ഷൻ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. സൊസൈറ്റി എപ്പോഴും മെമ്പേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ചാർജിൽ ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്ക് എന്താണ്, അതിൽ ABCD എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 19B. അതിൽ Aയിൽ വരുന്നത് എന്താണ് അപ്ഡേറ്റഡ് കോപ്പി ഓഫ് ആക്ട് ആണ്. B അപ്ഡേറ്റഡ് കോപ്പി ഓഫ് റൂൾസ് ആണ്. C എന്ന് പറയുന്നത് എന്താണ് അപ്ഡേറ്റഡ് കോപ്പി ഓഫ് ബൈലോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ G എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, സമ്മറി ഓഫ് ഡിഫക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് along with the rectification report approved by the committee and the general body of the society. ഈ ഒരു കാര്യം കൂടെ എന്താണ് മെമ്പറിന് ഇൻസ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. സമ്മറി ഓഫ് ഡിഫക്റ്റ് അതായത് വെച്ചാൽ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ സമ്മറി ഓഫ് ഡിഫക്റ്റും അതിൻ്റെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും നമ്മുടെ കമ്മിറ്റിയും ജനറൽ ബോഡിയും അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും ആർക്കാണ്, ഒരു മെമ്പറിന് ഇൻസ്പെക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ G എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റും കൂടെ എക്സ്ട്രാ വന്നതാണ് കേട്ടോ അത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 20 ആണ്. സെക്ഷൻ 20 എന്ന് പറയുന്നത് ഏതാണ്, വോട്ട് ഓഫ് എ മെമ്പറാണ്. വോട്ട് ഓഫ് എ മെമ്പറാണ് സെക്ഷൻ 20. സെക്ഷൻ 20 വരുന്ന മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ 20 D എന്ന് പറയുന്ന ഒരു D എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അതിൽ
An ex officio member on the committee of a society shall have one vote but shall not have the right to vote for election of the office bearers of the society എന്നുള്ളൊരു പോയിൻ്റാണ് അതിൽ ഡി എന്ന് പറയുന്നതിൽ കിടക്കുന്നത്. അതിലാണ് ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത്. അതായത് എക്സ് ഒഫീഷ്യോ മെമ്പറിന് ഒരു വോട്ടുണ്ട്, പക്ഷേ എന്താണ് ഓഫീസ് ബയേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. അതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനുള്ള ഇപ്പോൾ വോട്ട് ഫോർ എലക്ഷൻ ആൻഡ് റിമൂവൽ എന്നുള്ള ഒരു സംഭവം കൂടെ വന്നു. അതായത് ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറിന് ഒരു വോട്ടുണ്ട്, പക്ഷേ ആ വോട്ട് ഓഫീസ് ബയേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള എലക്ഷനിലോ അവരെ റിമൂവ് ചെയ്യാനുള്ള കാര്യത്തിലോ എന്താണ് എക്സ് ഒഫീഷ്യോ മെമ്പറിന് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ മാറും. ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓൺ ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ ഹാവ് വൺ വോട്ട് ബട്ട് ഷാൽ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഫോർ എലക്ഷൻ ഓഫ് ഓഫീസ് ബയേഴ്സ് ആൻഡ് എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓഫീസ് ബയേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് മാറും. എലക്ഷൻ എടുക്കാനും ഓഫീസ് ബയേഴ്സിൻ്റെ എലക്ഷനും റിമൂവലിനും വോട്ട് ചെയ്യാൻ എക്സ് ഒഫീഷ്യോ മെമ്പറിന് സാധിക്കില്ല. അതാണ് അവിടെ വന്നിരിക്കുന്നൊരു മാറ്റം. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 22 ആണ്. സെക്ഷൻ 22 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓഫ് ഹോൾഡിംഗ് ഷെയർസ് ആണ്. ഓക്കെ, സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്. ഓക്കെ, ഇതിൽ സബ്സെഷൻ 1 ഒരു കാര്യം കൂടെ അവർ ആഡ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. അതിൽ റെസ്ട്രിക്ഷൻ ഓഫ് ഹോൾഡിംഗ് ഷെയർസിൽ പറയുന്നത് ഒരാൾ സൊസൈറ്റിയിൽ 1/5 ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഷെയർ എന്ന് പറയുന്നത് ടോട്ടൽ ഷെയറിൻ്റെ 1/5 ആണെന്നാണ് പറയുന്നത്. അതിനൊരു മാറ്റവും അത് അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് in an urban cooperative bank having Reserve Bank of India license is limited to 5% of the value of total paid up share capital of the bank എന്നാണ് പറയുന്നത്. അതായത് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഷെയർ എന്ന് പറയുന്നത് 5% ഓഫ് ടോട്ടൽ 5% ഓഫ് ദ വാല്യൂ ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് എന്നാണ്. ബാങ്കിൻ്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 5% മാത്രമേ ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യം മാത്രമാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ, അടുത്തതിൽ വേറെ ഒന്നിലും മാറ്റമില്ല, അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനുകൾക്കൊന്നും ഒരു മാറ്റമില്ല. പിന്നെ വന്നിരിക്കുന്നത് സെക്ഷൻ 26 സെക്ഷൻ 26 എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ എന്നുള്ളതാണ് സെക്ഷൻ 26. സെക്ഷൻ 26 സബ്സെഷൻ 1(b) മാറ്റം വന്നിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരിയഡ് ഓഫ് 3 years ഫ്രം സച്ച് ഡേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മരിച്ചുപോയ ഒരു മെമ്പറുടെ ലയബിലിറ്റി എത്ര നാളുകൂടെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ ഇതെന്തായിരുന്നു, 2 years ആയിരുന്നു. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ 2 years മാറിയിട്ടുണ്ട്, 3 വർഷമാണ് ഇപ്പോൾ. ഇൻ കേസ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് ഷാൽ കണ്ടിന്യൂ എ പീരിയഡ് ഓഫ് 3 years ഫ്രം സച്ച് ഡേറ്റ്. ആ 2 years എന്നുള്ളത് 3 years ആയി മാറിയിരിക്കുകയാണ്. അയാളുടെ ലയബിലിറ്റി 3 വർഷം കൂടെ തുടരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അപ്പോൾ സെക്ഷൻ 26 വന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ 28 ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. സെക്ഷൻ 28 എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്മിറ്റിയാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയാണ് സെക്ഷൻ 28. സെക്ഷൻ 28 1C എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. 1C എന്ന് പറയുന്നത് സെക്ഷൻ 28 1C സബ്സെഷൻ 1C
അതിൽ പറഞ്ഞിരിക്കുന്നത് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോ ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, one seat in the committee of each society shall be reserved for a members having a deposit of rupees 10,000 and above എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലോ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലോ ഒരു സീറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയോ അതിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളതോ ആയ ഒരു മെമ്പർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ സെക്ഷൻ 28 സബ്സെഷൻ 1C പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ 10,000 എന്നുള്ളത് മാറി. അവിടെ എന്തായി 25,000 എന്ന് വന്നിട്ടുണ്ട്, 25,000 രൂപ. അതാ അപ്പോൾ 25,000 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായി 25,000 രൂപയോ അതിൽ കൂടുതലോ ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് ഒരു സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാറിയിരിക്കുന്നത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, വൺ സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് ഈച്ച് സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ എ മെമ്പർ ഹാവിംഗ് എ ഡെപ്പോസിറ്റ് ഓഫ് 25,000 ആൻഡ് എബവ് എന്ന് വന്നിട്ടുണ്ട്. 25,000 രൂപയോ അതിൽ കൂടുതലോ ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ഒരു സീറ്റ് അതിൻ്റെ കമ്മിറ്റിയിൽ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും കമ്മിറ്റിയിൽ ഒരു സീറ്റ് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് മാറിയിട്ടുണ്ട് അതിൽ. ഓക്കെ, ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഒരു സബ്സെഷനും കൂടെ വന്നു, അതാണ് 1CA. അപ്പോൾ സെക്ഷൻ 28 സബ്സെഷൻ 1CA എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷനാണ്. അതിൽ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ട്, റൂള് ഓർ ബൈലോ ഓഫ് ദ സൊസൈറ്റി, 2 seats in the committee of each society shall be reserved for members who shall not exceed the age of 40 years on the date of filing the nomination for election, of whom one shall be from the non-reserved category and one shall be a woman from the reservation category, provided in subsection 1 of section 28A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കമ്മിറ്റിയിൽ, സൊസൈറ്റിയിലെ 2 സീറ്റുകൾ, ഓക്കെ, 2 സീറ്റ് എന്ന് പറയുന്നത് റിസർവ് ചെയ്തിരിക്കുന്നത് 40 വയസ്സ്, നോട്ട് എക്സീഡിങ് 40 ഇയേഴ്സ്, 40 വയസ്സിൽ കൂടാത്ത, ഓക്കെ, 40 ഇയേഴ്സ്, 40 വയസ്സിൽ കൂടാത്ത 2 പേർക്കായിട്ട് 2 സീറ്റുകൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ 40 വയസ്സെന്ന് പറയുന്നത് എപ്പോഴാണ്? നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ 40 വയസ്സായിരിക്കരുതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോമിനേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് 40 വയസ്സിൽ താഴെ ആയിരിക്കണം. അതിൽ 2 പേർക്കെന്ന് പറഞ്ഞിട്ടില്ലേ, അതിൽ ഒരെണ്ണം, ഒരു സീറ്റ് എന്ന് പറയുന്നത് നോൺ റിസർവ്ഡ് കാറ്റഗറിയിലേക്കും, പിന്നെ അടുത്ത ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരു വുമൺ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഒരു റിസർവ്ഡ് സീറ്റും ആയിരിക്കണം എന്നാണ് പറയുന്നത്. വുമൺ റിസർവേഷൻ പറയുന്നത് 28A സബ്സെഷൻ 1 ഈ വുമൺ റിസർവേഷൻ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, സൊസൈറ്റിയിൽ 2 സീറ്റ് 40 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ഈ നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ 40 വയസ്സിൽ താഴെ ആയിരിക്കണം എന്നാണ് ഒരു നിബന്ധനയുള്ളത്. പിന്നെ ഈ 2 സീറ്റിൽ ഒരു സീറ്റ് നോൺ റിസർവ്ഡ് കാറ്റഗറിയിലും പിന്നെ മറ്റേ സീറ്റ് എന്ന് പറയുന്നത് വുമൺ റിസർവേഷൻ കാറ്റഗറിയിലും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് 1G എന്ന് പറയുന്ന സെക്ഷനുകളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 28 സബ്സെഷൻ 1G കോഓപ്റ്റ് പേഴ്സൺസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് notwithstanding anything contained in the bylaw of a society, the committee in office shall co-opt 2 persons or representatives who are were in paid service of Commercial Bank, Kerala State Cooperative Bank and Urban Cooperative Bank, Kerala State Agricultural and Rural Development Bank, Primary Cooperative Agricultural and Rural Development Bank, District Cooperative Bank or a service cooperative bank in the managerial cadre or specialization in cooperation, cooperative management, agriculture, economics, commerce, public finance, law, rural development and information technology as member of the committee of such society എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്താണ്, കമ്മിറ്റിയിലേക്ക് 2 പേരെ കോഓപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷാൾ കോഓപ്റ്റ് 2 പേഴ്സൺസ്, 2 പേരെ കോഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അവരെങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ്, പെയ്ഡ് സർവീസ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിലോ
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലോ പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നമ്മുടെ കെ എസ് കാർഡ് ബാങ്ക്, പി കാർഡ് ബാങ്ക്, റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നീ സ്ഥലങ്ങളിൽ പെയ്ഡ് സർവീസിലുള്ള ഒരു ആളോ അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ മാനേജീരിയൽ കേഡർ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ മാനേജീരിയൽ കേഡറിലുള്ള ആളോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, എക്കണോമിക്സ്, കൊമേഴ്സ്, പബ്ലിക് ഫിനാൻസ്, ലോ, റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെല്ലാം സ്പെഷ്യലൈസേഷൻ ഉള്ള ആളോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ രണ്ടുപേരെ കോപ്റ്റ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് സച്ച് opted members shall not have the right to vote in any election of cooperative society in their capacity as such member and is not eligible to elect as office bearers of the board എന്നാണ് പറയുന്നത്. ഈ കോപ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ്? നോ ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇൻ എനി ഇലക്ഷൻ, ഒരു ഇലക്ഷനിലും സൊസൈറ്റിയുടെ ഒരു ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നോട്ട് എലിജിബിൾ ടു ഇലക്റ്റഡ് ആസ് ഓഫീസ് ബയേഴ്സ്, ഒരെലക്ഷനിലും വോട്ട് ചെയ്യാനും പറ്റില്ല, ഓഫീസ് ബയറായിട്ട് തിരഞ്ഞെടുക്കാനും പറ്റില്ല ഈ കോപ്റ്റ് മെമ്പേഴ്സിനെ. അടുത്തതിൽ പറയുന്നത് പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ഇഫ് കമ്മിറ്റി ഡസ് നോട്ട് കോപ്റ്റ് പേഴ്സൺസ് as specified within a period of 6 months from the date on which the committee is constituted, the government or a registrar as case may be with due notice as may prescribed shall make such nomination as specified in subsection. അതായത് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത 6 മാസത്തിനുള്ളിൽ കമ്മിറ്റി ഈ കോപ്റ്റ് പേഴ്സൺസിനെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഗവൺമെൻറ്റോ രജിസ്ട്രാറോ അത് അയാളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനും രജിസ്ട്രാറിനും ഉണ്ട് എന്നാണ് ഇതിൽ പിന്നെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ അടുത്തത് വന്നിരിക്കുന്നത് സബ്സെഷൻ 2A. സബ്സെഷൻ 2A ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ notwithstanding anything to contain in the act, rules or in the bylaw of credit society, no member of the committee of a society shall be eligible for election to a committee for more than 3 consecutive terms irrespective of whether the term is full or in part എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കമ്മിറ്റി മെമ്പറും 3 കോൺസിക്യൂട്ടീവ് ടേമിലേക്ക് കമ്മിറ്റി മെമ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റി മെമ്പർ ആവാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൾ be eligible for election to committee for more than 3 consecutive term irrespective of whether the term is full or in part. അവരുടെ ടേം ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ എങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിലും 3 കോൺസിക്യൂട്ടീവ് ടേം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കോൺസിക്യൂട്ടീവ് ടേമിലേക്ക് കമ്മിറ്റി മെമ്പർ ആയിരുന്ന ആൾക്ക് പിന്നീട് കമ്മിറ്റി മെമ്പർ ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 2A പറയുന്നത്. 2A എന്ന് പറയുന്നത് ഒരു പുതിയ സെക്ഷനാണ് കേട്ടോ. സെക്ഷൻ 28 2A എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന സെക്ഷനാണ്. ഇനി അടുത്തത് സെക്ഷൻ 28(3) സബ്സെഷൻ 3 പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൾ ബി പ്രസിഡന്റ് ഓർ ചെയർമാൻ ഓഫ് മോർ ദാൻ 1 സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ് ഓർ മോർ ദാൻ 2 സൊസൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറയുന്നൊരു കമ്മിറ്റി മെമ്പർ 3 കോൺസിക്യൂട്ടീവ് ടേമിലേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ആവാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഒരു വീണ്ടും കമ്മിറ്റി മെമ്പർ ആവാൻ പറ്റില്ല എന്ന്. ഇത് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെയും ചെയർമാൻ്റെയും കാര്യമാണ്. ഒരാൾക്ക് ഒരു പ്രസിഡൻറ്റോ ചെയർമാനോ ആവുന്നതിന് ഇപ്പോൾ സെയിം ടൈപ്പിലുള്ള ഒരു സൊസൈറ്റിയിൽ കൂടുതലും എന്ന് വെച്ചാൽ സെയിം ടൈപ്പിലുള്ള 1-ൽ കൂടുതൽ സൊസൈറ്റികളിലും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 2-ൽ കൂടുതൽ സൊസൈറ്റികളിലും പ്രസിഡൻറ്റോ ചെയർമാനോ ആയിട്ടിരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരേ ടൈപ്പിലുള്ള 1-ൽ കൂടുതൽ സൊസൈറ്റികളിലും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 2-ൽ കൂടുതൽ സൊസൈറ്റികളിലും ഒരേ സമയം പ്രസിഡൻറ്റും ചെയർമാനും ആയിട്ടിരിക്കാൻ പറ്റില്ല എന്നാണ്
28 സബ്സെഷൻ 3 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൻ 28 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 28 എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയാണ്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ 28 സബ്സെഷൻ 1C ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത്. ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും ഒരു സീറ്റ് 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ള ഒരു മെമ്പറിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് എന്നാണ് 1C പറയുന്നത്. അടുത്തത് ഒരു സെക്ഷൻ പുതിയതായിട്ട് വന്നതാണ് 1CA എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ കമ്മിറ്റിയിൽ 2 സീറ്റ് എന്ന് പറയുന്നത് നോമിനേഷൻ കൊടുക്കുന്ന ടൈമിൽ 40 വയസ്സിൽ താഴെ ഏജ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 2 സീറ്റ്. അതിൽ ഒരെണ്ണം അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്കും ഒരെണ്ണം റിസർവ്ഡ് വുമൺ കാറ്റഗറിയിലേക്കുമാണ് ഉള്ളതാണ്. ഒരെണ്ണം അൺറിസർവ്ഡും ഒരെണ്ണം റിസർവ്ഡും ആയിരിക്കുന്നു വുമൺ കാറ്റഗറിയിൽ. അതാണ് 1CA സബ്സെഷൻ 1CA പറയുന്നത്. ഇനി അടുത്ത സബ്സെഷൻ എന്ന് പറയുന്നത് 1G ആണ്. 1Gയിൽ കുറച്ച് മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് കമ്മിറ്റിയിലേക്ക് 2 പേരെ കോഓപ്റ്റ് ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 പേരെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, UCB, പിന്നെ KS കാർഡ് ബാങ്ക്, പി കാർഡ് ബാങ്ക്, നമ്മുടെ DCB എന്നിവിടങ്ങളിൽ പെയ്ഡ് സർവീസിലുള്ള ആളോ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജീരിയൽ കേഡറിലുള്ള ആളോ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, എക്കണോമിക്, കൊമേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ആളോ ആയിരിക്കണം ഈ കോഓപ്റ്റ് പേഴ്സൺസ് എന്നാണ് 1Gയിൽ പറയുന്നത്. പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സൊസൈറ്റിയുടെ ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ഓഫീസ് ബയേഴ്സായിട്ട് അവരെ തിരഞ്ഞെടുക്കാനും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഇങ്ങനെ 2 പേരെ കോഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ രജിസ്ട്രാറോ ഗവൺമെൻറ്റോ അങ്ങനെയുള്ള ആളുകളെ കോഓപ്റ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അവരെ തിരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് വന്നത് സെക്ഷൻ 28 2A എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അത് പുതിയതായിട്ട് വന്നതാണ് സബ്സെഷൻ 2A എന്ന് പറയുന്നത്. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഒരു കമ്മിറ്റി മെമ്പറിന് 3 കോൺസിക്യൂട്ടീവ് ടേമിലേക്ക് കമ്മിറ്റി മെമ്പർ ആയിക്കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റി മെമ്പർ ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൾ എലിജിബിൾ ഫോർ എലക്ഷൻ ടു ദ കമ്മിറ്റി ഫോർ മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേം. അതിപ്പോൾ അയാളുടെ സർവീസസ് ഫുള്ളായാലും പാർട്ടായാലും അത് അങ്ങനെയായിരിക്കും എന്നാണ് സബ്സെഷൻ 2A പറയുന്നത്. പിന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നത് സെക്ഷൻ 28 സബ്സെഷൻ 3 മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഒരു ആൾക്ക് സെയിം ടൈപ്പിലുള്ള 1-ൽ കൂടുതൽ സൊസൈറ്റികളുടെയോ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 2-ൽ കൂടുതൽ സൊസൈറ്റികളുടെയോ പ്രസിഡൻറ്റോ ചെയർമാനോ ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ് സെക്ഷൻ 28 സബ്സെഷൻ 3 പറയുന്നത്. പിന്നെ ഇത്രയും മാറ്റങ്ങളാണ് സെക്ഷൻ 28 ഉള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മാറ്റം വന്നിരിക്കുന്നത് സെക്ഷൻ 28AB 28AB എന്ന് പറയുന്നത് എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് എക്സെട്ര എന്നുള്ളതാണ് സെക്ഷൻ 28AB. എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ കമ്മിറ്റി ഷാൾ റിമൂവ് ഫ്രം ഓഫീസ് ദ പ്രസിഡന്റ്, vice president or the treasurer or any other officer of the committee or a delegate of the society who has been appointed by the committee if the motion expressing want of confidence. അതായത് സെക്ഷൻ 28AB എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഇവരെ റിമൂവ് ചെയ്യുന്നത്? നോൺ കോൺഫിഡൻസ് മോഷനിലൂടെയാണ് റിമൂവ് ചെയ്യുന്നത്. ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം മാറ്റം വന്നിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി എന്നുള്ളത് നമ്മുടെ നേരത്തെ ഇതിൽ ഉള്ളതാണ്. നേരത്തെ നമ്മുടെ സെക്ഷനിലുള്ള കാര്യമാണ്. പിന്നെ അതിൽ എക്സ്ട്രാ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എ ഡെലിഗേറ്റ് ഓഫ് ദ സൊസൈറ്റി ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത ഒരു ഡെലിഗേറ്റ് ഉണ്ടെങ്കിൽ അയാളെയും നോൺ കോൺഫിഡൻസ് മോഷനിലൂടെ പുറത്താക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം മാത്രമാണ് സെക്ഷൻ 28AB എക്സ്ട്രാ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഓർ ദ ട്രഷറർ ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ സൊസൈറ്റി
അതിൻ്റെ ഒപ്പം ആരും കൂടെ വന്നു, ഓർ എ ഡെലിഗേറ്റ് ഓഫ് ദ സൊസൈറ്റി ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്മിറ്റി എന്നുള്ളതും വന്നു. അവരെ കൂടെ പുറത്താക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 28A-Bയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ അതിൽ വന്നിരിക്കുന്ന മാറ്റം കേട്ടോ. ഇനി അടുത്തത് സെക്ഷൻ 28B ആണ്. സെക്ഷൻ 28B എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അതിലും ഒരു ചെറിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കണ്ടക്ട് ഓൾ ഇലക്ഷൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് SCU, CCU, ഇൻക്ലൂഡിംഗ് ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മുടെ ഈ സ്റ്റേറ്റ് SCU, CCU മുതലായിട്ടുള്ളവരുടെ എലക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നില്ല. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഓൾ ഇലക്ഷൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് SCU, CCU ആൻഡ് ഇൻക്ലൂഡിംഗ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇലക്ഷനും നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇനിയിപ്പോൾ അത് പഠിച്ച് നമുക്ക് മാറി പഠിച്ച് അങ്ങനെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. എല്ലാ ഇലക്ഷനുകളും ഇപ്പോൾ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. SCU, CCU എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഇലക്ഷൻ ടു ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എല്ലാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നടത്തും. പിന്നെ അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ 28B സബ്സെഷൻ 2-ലാണ്. ദ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൾ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിലും ഒരു ചെറിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് അയാളുടെ റാങ്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലിപ്പോൾ എന്താണ്, ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നും കൂടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാം. അപ്പോൾ സെക്ഷൻ 28B സബ്സെഷൻ 2-ലാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള സെക്ഷൻസ് വീഡിയോയുടെ അടുത്ത പാർട്ട് ഇടുമ്പോൾ അതിൽ നമുക്ക് ബാക്കിയുള്ള സെക്ഷൻസിൻ്റെ അമെൻമെൻറ്റിനെ പറ്റി പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്